ഇവിടെ നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഐഡിയൽ ആവണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അത് റൗലറ്റ്സ് ലോ ഫോളോ ചെയ്യണം. ഒരു ഇലക്ട്രോണിനെ അവർ വളരെ ഈസി ആയിട്ട് നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമ്മളുടെ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമായ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? നിരോക്സീകാരികളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എക്സാമാണ് HSA ഫിസിക്കൽ സയൻസ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്രാഫൈറ്റ് ഘടനാപരമായ സാമ്യം താഴെ പറയുന്നതിൽ ഏത് സംയുക്തവുമായിട്ടാണ് കാണിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് B2H6, B4C, ബോറോൺ നൈട്രേറ്റ് BN. ഇതാണ് നമ്മളുടെ 4 ഓപ്ഷൻസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റിന് സ്ട്രക്ചറലായിട്ട് എന്ന് വെച്ചാൽ ഘടനാപരമായിട്ട് ഗ്രാഫൈറ്റ് ആരുമായിട്ടാണ് ഒരു സാമ്യം കാണിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നമുക്കറിയാം. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു കോവാലന്റ് ആയിട്ടുള്ള ലേയർഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കാണിക്കുന്ന ഒരു സ്ട്രക്ചർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതായത് ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതിന് സ്ട്രക്ചറിന്റെ ബേസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഘടനാപരമായ റിലേഷൻ കാണിക്കുന്നത് ബോറോൺ നൈട്രൈഡുമായിട്ടാണ്. അപ്പൊ നമുക്ക് സ്ട്രക്ചറിലോട്ട് പോവാം. അപ്പൊ ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറും ഈ കാണിച്ചേക്കുന്നത് ബോറോൺ നൈട്രൈഡിന്റെ സ്ട്രക്ചറുമാണ്. ഈ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഹെക്സഗണൽ പാക്കിംഗ് ഓഫ് കാർബൺ ആറ്റംസ് ആണ് നമുക്ക് ഗ്രാഫൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ബോറോൺ നൈട്രൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോറോണും നൈട്രജൻ ആറ്റംസും ആണ് ഈ കാർബണിന് പകരം അവിടെ ബോണ്ടിങ് വന്നേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കാർബൺ ആറ്റംസ് ഇവർ നോൺ പോളാർ ആണ്. അവർ തമ്മിൽ ലിങ്ക് ചെയ്തേക്കുന്നത് കോവാലന്റ് ബോണ്ടിങ് വഴിയാണ് ഇവിടെ. എന്നാൽ ബോറോൺ നൈട്രൈഡിന്റെ കേസിലാണെങ്കിൽ ബോറോൺ ആറ്റംസും നൈട്രജൻ ആറ്റംസും തമ്മിൽ പൊളാരിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അവർ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെയേഴ്സ് ഇന്റർലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വീക്ക് ആയിട്ടുള്ള വാണ്ടർവാൾ ഫോഴ്സസ് വഴിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ തമ്മിൽ ഒരു കോറിലേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഒന്നുകൂടെ പോവാം. ഗ്രാഫൈറ്റ് ഘടനാപരമായി സാമ്യം കാണിക്കുന്നത് ആരുമായിട്ടെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോറോൺ നൈട്രൈഡ് ആണ്. ഓർത്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയങ്ക മിസ് ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഈ HSA എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കാര്യം എപ്പോൾ പഠിച്ചു തുടങ്ങണം, ഇനി ഒത്തിരി സമയം നമ്മൾ അതിനു വേണ്ടി കളയണോ? കാര്യം LPSA ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പം ഈ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ കാണും. അപ്പൊ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അപ്പൊ ഒത്തിരി ഡൗട്ടുകൾ കാണുമല്ലോ. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയങ്ക മിസ് ഒരു ക്ലാസ്സുമായിട്ട് എത്തുകയാണ്. ഫ്രീ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എഥനോളും നോർമൽ ഹെപ്റ്റൈനും ചേർന്ന ലായനി എന്തിന്റെ ഉദാഹരണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ, ഫോർത്ത് ഓപ്ഷൻ ഇതൊന്നുമല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സൊല്യൂഷൻസിൽ തന്നെ നമ്മുടെ റൗലറ്റ്സ് ലോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എഥനോളും നോർമൽ ഹെപ്റ്റൈനും അവർ തമ്മിൽ ഒരു ലായനി ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഐഡിയൽ ആവണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അത് റൗലറ്റ്സ് ലോ ഫോളോ ചെയ്യണം. റൗലറ്റ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? PA എന്ന് പറയുന്നത് P0A × Ka എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മളുടെ പ്രഷർ എന്ന് പറയുന്നത്. അതല്ല റൗലറ്റ്സ് ലോ നമ്മളോട് പറയുന്നത്. അപ്പം അങ്ങനെ റൗലറ്റ്സ് ലോ ഒബേ ചെയ്യണം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എഥനോളും നോർമൽ ഹെപ്റ്റൈനും ചേർന്ന് വരുന്ന ലായനി എന്തിന്റെ ഉദാഹരണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എന്തായിരുന്നാലും ഒരു ഐഡിയൽ ടൈപ്പ് സൊല്യൂഷനിൽ വരുന്നതല്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഇപ്പൊ നോൺ ഐഡിയാലിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ എന്തായിരുന്നാലും എന്ത് ഒബേ ചെയ്യുന്നില്ല? റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ല. പിന്നെ അവരുടെ എന്താണ് ΔH മിക്സിന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ΔH മിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഹീറ്റ്
എന്ത് ചെയ്യുന്നില്ല, ഒരു റിയാക്ഷൻ അവിടെ നടക്കുവാണ് എന്ന് വെച്ചാൽ ഇവരുടെ മിക്സിങ് നടക്കുമ്പോഴത്തേന് അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നില്ല, അത് കണക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ തന്നെ ആ റിയാക്ഷന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ അതൊരു എൻഡോതെർമിക് റിയാക്ഷനും ആയിരിക്കും. മനസ്സിലാവുന്നു? അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡിയാലിറ്റിയുടെ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പഠിച്ചതാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ മിക്സ് നിങ്ങൾ നടക്കുമ്പോൾ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും അവിടെ നടക്കുന്നില്ല. പക്ഷേ ഈ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ വി നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് എന്താണ്, അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മനസ്സിലാവുന്നു? അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എഥനോളും ഹെപ്റ്റൈനും ചേർന്ന് വരുന്ന ലായനി എന്തിന്റെ ഉദാഹരണമാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. മറന്നു പോകരുത്, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതേ കണക്ക് തന്നെ സൊല്യൂഷൻസും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡയഗണൽ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ബെറിലിയം ആരുമായിട്ടാണ് ഡയഗണൽ ബന്ധം കാണിക്കുന്നത്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോഡിയം, സെക്കൻഡ് ഓപ്ഷൻ അലൂമിനിയം, തേർഡ് ഓപ്ഷൻ മഗ്നീഷ്യം, ഫോർത്ത് ഓപ്ഷൻ ബോറോൺ. അപ്പൊ നമുക്കറിയാം എന്തായി ഡയഗണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ 20 എലമെന്റ്സ് എടുക്കുവാണെങ്കിൽ ചില എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, അവർ ഡയഗണൽ ആയിട്ടുള്ള ചില സിമിലാരിറ്റീസ് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് ബെറിലിയം എന്ന് വെച്ചാൽ അവരുടെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ സിമിലർ ആയിട്ടായിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ ഡയഗണലി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പീരീഡ്, നമ്മുടെ പീരീഡ് എടുക്കുവാണെങ്കിൽ സെക്കൻഡ് പീരീഡിലെയും തേർഡ് പീരീഡിലെ എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ബെറിലിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അലൂമിനിയം ആയിട്ടാണ്. ബെറിലിയം അപ്പൊ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് അലൂമിനിയം ആയിട്ടാണ്. അപ്പൊ ആ ഡയഗണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് നമ്പർ തന്നേക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, 13th ഗ്രൂപ്പ്, 14th ഗ്രൂപ്പ്, 15th ഗ്രൂപ്പ്. ഇത് പീരീഡ് 1ഉം ഇത് പീരീഡ് 3ഉം ആണ്. സോറി, പീരീഡ് 2ഉം പീരീഡ് 3ഉം ആണ്. നോക്കിക്കേ, ലിഥിയം മഗ്നീഷ്യം ആയിട്ട് റിലേഷൻഷിപ്പ് കാണിക്കും, ബെറിലിയം അലൂമിനിയം ആയിട്ട് കാണിക്കും, ബോറോൺ സിലിക്കനുമായിട്ട് കാണിക്കും. ഇവർ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാർബൺ ഫോസ്ഫറസുമായിട്ട് കാണിക്കും. നമുക്കറിയാം ഇവരൊക്കെ ചെറിയ ചെറിയ എന്താണ് അവരുടെ പ്രോപ്പർട്ടീസിലൊക്കെ ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓർത്ത് വെച്ചേക്കണം, ലിഥിയവും മഗ്നീഷ്യവും, ബെറിലിയവും അലൂമിനിയവും, ബോറോണും സിലിക്കണും, കാർബണും ഫോസ്ഫറസും, ഇവരെല്ലാം എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നവരാണ്. മനസ്സിലാവുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ബെറിലിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഏതാണ്, അലൂമിനിയവുമായിട്ടാണ് ബെറിലിയം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ്, നമ്മുടെ ആൽക്കലി ലോഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ആൽക്കലി ലോഹങ്ങൾ അവയുടെ വാലൻസ് ഇലക്ട്രോൺ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്നു. ഈ പ്രവണത അവരെ ഏത് സ്വഭാവമാണ് കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഓപ്ഷൻസ്, ശക്തമായ നിരോക്സീകാരി, ദുർബലമായ നിരോക്സീകാരി, തേർഡ് ഓപ്ഷൻ ശക്തമായ ഓക്സിഡൈസിങ് ഏജന്റ്, ഫോർത്ത് ഓപ്ഷൻ ദുർബലമായ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ആൽക്കലി ലോഹങ്ങൾ, നമുക്കറിയാം ആൽക്കലി ലോഹങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 എന്ന് പറഞ്ഞാൽ വരുന്നത്. അവരെന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ എസിൽ ഒരു ഇലക്ട്രോൺ ആണ് മിക്കവാറും അവരുടെ കേസിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അവരുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ അല്ലെ, ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഷെല്ലുള്ള ഇലക്ട്രോൺ, അതല്ലേ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോണിനെ അവർ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്, അവർ വളരെ എളുപ്പത്തിൽ എന്ത് അറ്റൈൻ ചെയ്യും, നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോൺ ഉള്ളതിനേക്കാളും സ്റ്റെബിലൈസ്ഡ് സ്റ്റേറ്റിലോട്ട് ആര് പോവും, നമ്മളുടെ ആൽക്കലി ലോഹങ്ങൾ പോവും. അങ്ങനെ വരുവാണെങ്കിൽ ആ ഒരു ടെൻഡൻസി കൊണ്ട്, ഈ ഒരു പ്രവണത അവർ കാണിക്കുന്നത് കൊണ്ട് അവർക്ക് ഏത് നേച്ചറാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഏത് സ്വഭാവമാണ് അവർ കാണിക്കുന്നതെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ അവർ വളരെ ഈസി ആയിട്ട് നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, നമ്മളുടെ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമായ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നിരോക്സീകാരികളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുകയും അവര് എന്താണ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അവര് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടും. ഓക്സിഡേഷൻ നമ്പർ കൂടുകയും അവരെന്താണ്
അവർ ഓക്സിഡൈസ്ഡ് ആവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവർ ശക്തമായ നിരോക്സീകാരികളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ എന്താണ്, നമ്മളുടെ ആൽക്കലി ലോഹങ്ങൾ അവയുടെ വാലൻസ് ഇലക്ട്രോണിനെ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്നത് മൂലം അവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ശക്തമായ നിരോക്സീകാരികളായിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. മറന്നു പോകരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ ഏറ്റവും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ആൽക്കലി മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CC-യിൽ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട്, ഫിസിക്കൽ സയൻസിനല്ല അതേപോലുള്ള സബ്ജക്റ്റുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയുന്നതാണ്. ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല. കാര്യം നമുക്കറിയാം PSCയുടെ തന്നെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം പഴയ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് പ്രീവിയസ് ഇയറിന് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നമ്മളും എന്ത് ചെയ്യണം, ആ PSCയുടെ കൂടെ നമ്മളും എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെന്റർഷിപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് നിങ്ങളുടെ മെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരിതാണ്. അതേണക്ക് തന്നെ ടീച്ചിങ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങളുടെ മെന്റേഴ്സിനോടോ ടീച്ചേഴ്സിനോടോ ചോദിക്കുക. അതേണക്ക് തന്നെ നമ്മുടെ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, CCയോടൊപ്പം ജോയിൻ ചെയ്ത് നാളത്തെ ഒരു നല്ല അധ്യാപകരാകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേക്കലൈറ്റിനെ പറ്റിയിട്ടാണ്. പോളിമേഴ്സിൽ വരുന്നൊരു സെഷനാണ്. പോളിമേഴ്സിൽ വരുന്നൊരു കാര്യമാണ് ഈ ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബേക്കലൈറ്റ് തയ്യാറാക്കുന്നത് ഓപ്ഷൻസ് ഫിനോളും ഫോർമാൽഡിഹൈഡും, ഓപ്ഷൻ ബി യൂറിയയും ഫോർമാൽഡിഹൈഡും, ഓപ്ഷൻ സി എഥിലീനും ഗ്ലൈക്കോളും, ഓപ്ഷൻ ഡി ടെട്രാമെഥിലീനും ഗ്ലൈക്കോളും. നമുക്കറിയാം, നമ്മൾ ബേക്കലൈറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലേ പറഞ്ഞു പഠിക്കുന്നത് എന്താണ്? ബേക്കലൈറ്റ് ഈസ് ഫിനൈൽ ഫോർമാൽഡിഹൈഡ് റെസിൻ അല്ലേ? അപ്പൊ ഈ ഫിനോയിൽ ഫോർമാൽഡിഹൈഡ് റെസിൻ ആണ് നമ്മളുടെ ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡും ഫിനോളും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു അസിഡിക് മീഡിയത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേക്കലൈറ്റ് ആണോ ആദ്യം കിട്ടുന്നത്? അല്ല, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേക്കലൈറ്റ് അല്ല നമുക്ക് ആദ്യം കിട്ടുന്നത്. നമുക്കൊരു നൊവോലാക്ക് എന്ന് പറയുന്ന ഒരു പോളിമർ ആണ് ആദ്യം കിട്ടുന്നത്. ഈ നൊവോലോക്കിനകത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മളുടെ ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്യും. അങ്ങനെ ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബേക്കലൈറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് പോളിമേഴ്സിനും പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നൊവോലാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള പോളിമർ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രാഞ്ചിങ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മളുടെ ബേക്കലൈറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ ക്രോസ് ലിങ്കേജസ് കാണാൻ പറ്റും. കണ്ടോ? ഇത് കണ്ടോ? ഇത്രയേ ഉള്ളൂ നൊവാലാക്ക് എന്ന് പറയുന്നത്. ഈ നൊവാലാക്ക് അടുത്ത മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യാണ്? ഇവര് എന്താണ്? ക്രോസ് ലിങ്ക് ചെയ്യാണ്. അപ്പം നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ക്രോസ് ലിങ്ക്ഡ് പോളിമറിന് എക്സാമ്പിൾ ഏതാണ്? ബേക്കലൈറ്റ് ആണ് ക്രോസ് ലിങ്ക്ഡ് പോളിമറിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. ഈ ക്രോസ് ലിങ്കിങ് കൊണ്ട് എന്താണ് ഈ ഒരു പോളിമറിന് ഉണ്ടാകുന്ന ഉപയോഗം എന്ന് വെച്ചാൽ അത് പോളിമറിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. ഈ ഒരു ക്രോസ് ലിങ്കേജ് കൂടുമ്പോഴത്തേനും പോളിമർ എന്ത് ചെയ്യും? കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറും. അപ്പം നൊവോലോ പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. നൊവോലാക്ക് ആയിക്കോട്ടെ ബേക്കലൈറ്റ് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡും ഫിനോളും ആണ്. രണ്ടും ഫോർമാൽഡിഹൈഡ് റെസിൻസ് ആണ്. രണ്ട് റെസിൻസ് ആണ്. ഇതിനകത്ത് നൊവോലാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ പോളിമറും നമ്മളുടെ ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഹൈലി ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് പോളിമറാണ്. അപ്പൊ ഇത് മറന്നു പോകരുത്. നൊവോലാക്ക് ഈസ് ലീനിയർ ആൻഡ് ബേക്കലൈറ്റ് ഈസ് എക്രോസ് ലിങ്ക്ഡ് പോളിമർ. അത് രണ്ടും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബേക്കലൈറ്റ് തയ്യാറാക്കുന്ന എന്തിൽ നിന്നാണ്? ഫിനോളിൽ നിന്നും ഫോർമാൽഡിഹൈഡ്. അതിന്റെ മോണോമേഴ്സ്, ബേക്കലൈറ്റിന്റെ മോണോമേഴ്സ് ആണ് ഫിനോളും ഫോർമാൽഡിഹൈഡ്. മറന്നു പോരുത്. പോളിമേഴ്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ ഒരു പഴയ പാറ്റേൺ നോക്കി പഠിച്ചു പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് അതുമായിട്ട് എന്ത് ചെയ്യണം? വളരെ കാര്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് HSA എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അത് കണക്ക് തന്നെ എക്സാംസ് എഴുതി നോക്കുക. ഞങ്ങൾ
ഇതെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക, നല്ലൊരു അധ്യാപകരാകുക. എല്ലാവർക്കും താങ്ക് യു. അതേപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.